ഭൂമി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഭൂരഹിതർ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉപരോധ സമരം സെക്രട്ടേറിയറ്റ് പ്രവർത്തനത്തെ ഭാഗികമായി ബാധിച്ചു. സമരത്തിന്റെ പേരിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായയാളെ ജാമ്യത്തിലെടുക്കാൻ സ്റ്റേഷനിൽ പോയയാളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭൂരഹിതർക്ക് ഭൂമി നൽകി ഉത്തരവിറക്കുക, കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക, സമഗ്ര ഭൂപരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഉപരോധ സമരം. പുലർച്ചെ 5 മണിയോടെ തന്നെ സെക്രട്ടേറിയറ്റ് വളഞ്ഞു. സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും സമരക്കാർ കൈയടക്കിയതോടെ കന്റോൺമെന്റ് ഗേറ്റ് വഴി മാത്രമാണ് ജീവനക്കാർ ഉള്ളിൽ കടന്നത്. സമരം പൊതുവെ സമാധാനപരമായിരുന്നെങ്കിലും ഇടയ്ക്ക് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വാഗ്ദാനം ചെയ്ത ഭൂമി നൽകാതെ വഞ്ചിച്ച സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയുണ്ടാകുമെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്ത ദേശീയ ജനറൽ സെക്രട്ടറി PC ഹംസ പറഞ്ഞു. ഈ മനുഷ്യരുടെ കണ്ഠങ്ങളിൽ നിന്നുയരുന്ന രോദനങ്ങളും ആവേശം മുറ്റുന്ന മുദ്രാവാക്യങ്ങളും തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ അത് കേരളത്തിൽ ഇനി നടപ്പിലാകാൻ പോകുന്നതല്ല. ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി നൽകണമെന്ന ശക്തമായ ആഹ്വാനമാണ് വെൽഫെയർ പാർട്ടിയുടെ ഉപരോധ സമരത്തിൽ ഉയർന്നത്. സംസ്ഥാന സർക്കാരിനുള്ള ശക്തമായ താക്കീത് കൂടിയായി ഈ ഉപരോധ സമരം. ക്യാമറ പേഴ്സൺ ഷൈജുവിനും സജാദിനുമൊപ്പം മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.